Next, demerits. First demerit, this method suffers from the problem of valuation, that is, the adoption of procedure by which the manager is able to decide the amount of the bid. അതായത് ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ്റെ പ്രോബ്ലം സഫർ ചെയ്യും. ഈ പ്രൊസീജിയറൊക്കെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ബിഡ് പ്രൈസ് നിർണ്ണയിക്കേണ്ടത് മാനേജറാണ്. അപ്പോൾ മാനേജർക്ക് എന്ത് ചെയ്യണം, കഴിയുന്ന പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നുള്ള ഒരു ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇത് വാല്യുവേഷനിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. രണ്ടാമത്തെ ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഡിമെറിറ്റ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് കനോട്ട് ബി അപ്ലൈഡ് വെൻ ദി എംപ്ലോയി ഹാസ് നോ ആൾട്ടർനേറ്റീവ് യൂസ്. അതായത് എംപ്ലോയീസിന് ആൾട്ടർനേറ്റീവ് യൂസ് ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ഈ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല ആൾട്ടർനേറ്റീവ് യൂസ് ഇല്ലാത്ത സമയത്ത്. മൂന്നാമത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ദ ടോട്ടൽ വാല്യുവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ബേസ്ഡ് ഓൺ ദിസ് മെത്തേഡ് മേ ബി മിസ്ലീഡിങ് ആൻഡ് ഇൻഅക്യുറേറ്റ്. അതായത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ടോട്ടൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഈ മെത്തേഡ് പ്രകാരം ടോട്ടൽ വാല്യുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ മിസ്ലീഡ് ചെയ്യാം, ഇൻഅക്യുറേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അക്യുറേറ്റ് ആവാനുള്ള ഒരു ഇതില്ല. അപ്പോൾ മിസ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഇൻഅക്യുറേറ്റോ ആവാം, കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അതൊരു ഡിമെറിറ്റ് ആണ്. നെക്സ്റ്റ് വൺ, ദിസ് മെത്തേഡ് മേ ലീഡ് ടു ലോവറിങ് ഓഫ് മൊറൈൽ ഓഫ് എംപ്ലോയീസ് എസ്പെഷ്യലി ഓഫ് സ്പെഷ്യലിസ്റ്റ് ഹൂ കനോട്ട് ബി യൂസ്ഡ് ഇൻ അതർ ഡിവിഷൻസ്. അതായത് ഈ ഒരു മെത്തേഡിൽ എന്തില്ല, എംപ്ലോയീസിൻ്റെ മൊറയിലൊക്കെ കുറയും, അവരുടെ ധാർമ്മികത കുറയാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സ്പെഷ്യലിസ്റ്റ് ഹി കനോട്ട് ബി യൂസ്ഡ് ഇൻ അതർ ഡിവിഷൻസ്. സ്പെഷ്യലിസ്റ്റ് എന്താണ്, അതർ ഡിവിഷൻസ് ഒന്നും ഉപയോഗിക്കില്ല. അപ്പോൾ എംപ്ലോയീസിന് എന്ത് തോന്നും, അവരുടെ മൊറയിൽ, അവരുടെ ഒരു ചിന്തിക്കാനുള്ള ഒരു ഇതൊക്കെ എന്ത് ചെയ്യുക, കുറയുകയാണ്. ഇത്രയാണ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് അപ്രോച്ചാണ് എക്കണോമിക് വാല്യൂ മെത്തേഡ്. In this method, human resources are valued on the basis of the contribution they are likely to make the organization during their continuance in the organization. ഈ മെത്തേഡ് പ്രകാരം ഹ്യൂമൻ റിസോഴ്സ് വാല്യൂ ചെയ്യുന്നത് കോൺട്രിബ്യൂഷൻ്റെ ബേസിലായിരിക്കും. അവർ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ദേ ആർ ലൈക്ലി ടു മേക്ക് ദി ഓർഗനൈസേഷന് വേണ്ടിയിട്ട് എത്രത്തോളം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് ഡ്യൂറിങ് ദെയർ കണ്ടിന്യൂൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തതിൽ അവർ എത്രത്തോളം കോൺട്രിബ്യൂഷൻ കൊണ്ടുവന്നിട്ടുണ്ട്, ആ ഒരു ബേസിലായിരിക്കും ഇതിൽ ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ ചെയ്യുന്നത്. The payments to be made to the person by the employing organization in the form of pay allowances, benefits, etc. are estimated and discounted appropriately to arrive at the present economic value of the individual. അതായത് ഓരോ എംപ്ലോയീസിനും ആ എംപ്ലോയീസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആ ടൈമിൽ അവർക്ക് എത്രത്തോളം അലവൻസസ്, അവർക്ക് എന്ത് പേയ്മെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്, അത് അലവൻസസ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, അത് കണ്ടെത്തി എസ്റ്റിമേറ്റ് ചെയ്തിട്ട് അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട് അതിന് ശേഷം പ്രസൻറ്റ് എക്കണോമിക് വാല്യൂ ഓഫ് ദി ഇൻഡിവിജ്വൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പ്രസൻറ്റ് വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രസൻറ്റ് വാല്യൂ എന്താണെന്നുള്ളത്. അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഇൻഡിവിജ്വലിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണുകയാണ് ചെയ്യുന്നത്. അവർക്ക് എത്രത്തോളം അലവൻസസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ബേസിൽ അത് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഇൻഡിവിജ്വൽ കാണുന്നത്. The number of valuation models have been developed for determine the present value of future earnings. അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ്, അതായത് എംപ്ലോയീസിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് കുറേ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ്, ദ ലൈവ് ആൻഡ് സ്വിച്ച്വാർഡ്സ് മോഡൽ. ദിസ് മോഡൽ have been developed by Lev and Switchwards in 1971. ഈ മോഡൽ ലെവും അതുപോലെ സ്വിച്ച്വാർഡ്സും ചേർന്നിട്ട് 1971 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈ മോഡൽ പ്രകാരം ഓൾ എംപ്ലോയീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു സ്പെസിഫിക് ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദ ഏജ് ആൻഡ് സ്കിൽസ്. എല്ലാ എംപ്ലോയീസിനും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അവരുടെ വയസ്സിൻ്റെ, ഏജിൻ്റെയും അതുപോലെ അവർക്ക് എത്രത്തോളം സ്കില്ലുണ്ട് അതിനൊക്കെ അനുസരിച്ചിട്ട് എല്ലാ എംപ്ലോയീസിനെയും ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഏജിൻ്റെ അടിസ്ഥാനത്തിലും സ്കില്ലിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ എംപ്ലോയീസിനെ 2 ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. ആവറേജ് ആനുവൽ ഏണിംഗ് ഈസ് ഡിറ്റർമൈൻഡ് ഫോർ വേരിയസ് റേഞ്ചസ് ഓഫ് ഏജ്. അപ്പോൾ ഓരോ റേഞ്ചിലുള്ള അനുസരിച്ചിട്ടാണ് അവർക്ക് ഏണിങ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആനുവൽ ഏണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഏജിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ദ ടോട്ടൽ ഏണിങ്സ് വിച്ച് ഈച്ച് ഗ്രൂപ്പ് വിൽ ഗെറ്റ് അപ് ടു ദി റിട്ടയർമെൻറ്റ് ഏജ് ആർ കാൽക്കുലേറ്റഡ്.
ഓരോ ഗ്രൂപ്പിൽ നിന്നും ഏതൊക്കെ ഏജ് ഗ്രൂപ്പായിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഗ്രൂപ്പിൽ നിന്നും ടോട്ടൽ ഏണിങ്സ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, അത് റിട്ടയർമെൻറ്റ് വരെയുള്ള ഏണിങ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അതിനുശേഷം ഈ ടോട്ടൽ ഏണിങ്സിനെ ഡിസ്കൗണ്ട് ചെയ്യുകയാണ്. The total earnings are calculated as above are discounted at the rate of cost of capital. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ റേറ്റുമായിട്ട് ഡിസ്കൗണ്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ വാല്യൂ അറൈവ്ഡ് അറ്റ് വിൽ ബി ദി വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ ആ ഡിസ്കൗണ്ട് ചെയ്തിട്ട് നമുക്കൊരു എമൗണ്ട് കിട്ടും. ആ ഒരു വാല്യൂ ആണ് എന്ത്, ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദ മോഡൽ ഡസ് നോട്ട് കൺസിഡർ ദി പോസിബിലിറ്റി ഓഫ് എംപ്ലോയീസ് ലീവിങ് ദി ഓർഗനൈസേഷൻ. അതായത് ഈ മോഡൽ എന്ത് കൺസിഡർ ചെയ്യുന്നില്ല, എംപ്ലോയി ഓർഗനൈസേഷന് പോകുന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എന്തില്ല, പോസിബിലിറ്റി ഇവർ കൺസിഡർ ചെയ്യുന്നില്ല. എല്ലാവരും ഈ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇവർ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയീസ് പോയാൽ ഈ ഒരു കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എന്തില്ല, കറക്റ്റ് ആയിരിക്കില്ല. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇഗ്നോർസ് ദി പോസിബിലിറ്റി ഓഫ് പ്രൊമോഷൻ ഓഫ് എംപ്ലോയീസ്. അതായത് എംപ്ലോയീസിന് എന്നും ഒരേ സ്റ്റേജിലാവില്ല, അവർക്ക് പ്രൊമോഷൻ, അതുപോലെ അവർക്ക് ഓരോരോ പിന്നെ അലവൻസസ് ഒക്കെ കൂടുതൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും ഇവിടെ എന്തെടുക്കുന്നില്ല, ഇഗ്നോർ ചെയ്യാണ്, ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതും എന്താണ്, കറക്റ്റായിട്ടുള്ള വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ, പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദി കോൺട്രിബ്യൂഷൻ ഓഫ് ഫേം ഇൻ ഡെവലപ്പിംഗ് ദി ഹ്യൂമൻ ക്യാപിറ്റൽ. ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫേമിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്നുള്ളതും കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ചിലപ്പോൾ ഫേം കൂടുതൽ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ വാല്യൂ ചിലപ്പോൾ കുറവാണ്. അപ്പോൾ അതും നമുക്ക് എന്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ഒരു മെത്തേഡ്, ഈ ഒരു മോഡലിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു മെത്തേഡിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ഈ ഒരു മെത്തേഡിൽ ഇങ്ങനെയാണ് എന്ത്, ടോട്ടൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി ഫേം അല്ല, പ്രസൻറ്റ് വാല്യൂ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ കണക്കാക്കുന്നത്. ഈ രണ്ടാമത്തെ ഒരു മോഡൽ എന്ന് പറയുന്നത് ഫ്ലാംഹോസ് സ്റ്റോച്ചാസ്റ്റിക് റിവാർഡ്സ് വാല്യുവേഷൻ മോഡൽ. ഈ ഒരു മോഡൽ, അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ദ അൾട്ടിമേറ്റ് മെഷർ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് വാല്യൂ ടു ആൻ ഓർഗനൈസേഷൻ ഈസ് ഹിസ് എക്സ്പെക്റ്റഡ് റിയലൈസബിൾ വാല്യൂ. ഈ ഒരു മോഡലിൽ പറഞ്ഞാൽ അൾട്ടിമേറ്റ് മെഷർ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് വാല്യൂ ടു ആൻ ഓർഗനൈസേഷൻ, അതായത് ഇൻഡിവിജ്വൽസ് വാല്യൂവിനെ മെഷർ ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും, ഓർഗനൈസേഷൻ്റെ എക്സ്പെക്റ്റഡ് റിയലൈസബിൾ വാല്യൂവിൻ്റെ ബേസിലായിരിക്കും. അതിനനുസരിച്ചിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. ദ എക്സ്പെക്റ്റഡ് റിയലൈസബിൾ വാല്യൂ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് ദി പ്രസൻറ്റ് വർത്ത് ഓഫ് ദി ഫ്യൂച്ചർ സർവീസ് എക്സ്പെക്റ്റഡ് ടു ബി പ്രൊവൈഡഡ് ഡ്യൂറിങ് ദി പീരിയഡ് ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു റിമെയിൻ ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഈ എക്സ്പെക്റ്റഡ് റിയലൈസബിൾ വാല്യൂ ഓഫ് ആൻ ഇൻഡിവിജ്വലിൻ്റെ എക്സ്പെക്റ്റഡ് റിയലൈസബിൾ വാല്യൂ കണക്കാക്കുന്നത് പ്രസൻറ്റ് വർത്ത് ഓഫ് ദി ഫ്യൂച്ചർ സർവീസ്, അതായത് എത്രത്തോളം പീരീഡിൽ അയാൾ ഇനിയും ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ചിട്ടാണ് എന്ത്, ഈ എക്സ്പെക്റ്റഡ് റിയലൈസബിൾ വാല്യൂ കണക്കാക്കുന്നത്. അതായത് ആ വാല്യൂ എന്തായിരിക്കും, ഇൻഡിവിജ്വലിൻ്റെ വാല്യൂ ആയിട്ട് മെഷർ ചെയ്യുന്നത്. എക്സ്പെക്റ്റഡ് റിയലൈസബിൾ വാല്യൂ കണക്കാക്കിയിട്ട് ആ വാല്യൂ ആയിരിക്കും ഇൻഡിവിജ്വലിൻ്റെ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഈ മോഡൽ സജസ്റ്റ് ചെയ്യുന്നുണ്ട് 5-step approach. The model suggests 5-step approach for assessing the value of an individual to the organization. അതായത് ഇൻഡിവിജ്വൽ ടു ദി ഓർഗനൈസേഷന് വേണ്ടിയിട്ട് 5-step അപ്രോച്ച് അല്ലെങ്കിൽ 5-step അപ്രോച്ചാണ് ഈ ഒരു മോഡൽ സജസ്റ്റ് ചെയ്യുന്നത് വാല്യൂ കണക്കാക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർകാസ്റ്റ് ദി എക്സ്പെക്റ്റഡ് സർവീസ് ലൈഫ് ഓഫ് ആൻ എംപ്ലോയി. അതായത് എത്രത്തോളം ഇനിയും ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യും, അവരുടെ സർവീസ് എത്രത്തോളം ഉണ്ട് എന്ന് ഫോർകാസ്റ്റ് ചെയ്യുക, എത്രത്തോളം എക്സ്പെക്റ്റ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിഫൈ ദി റോൾസ് ഹി മൈറ്റ് പെർഫോം. എന്ത് റോളാണ് അവർ പെർഫോം ചെയ്യുന്നത് അത് ഐഡൻറ്റിഫൈ ചെയ്യലാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. തേർഡ് വൺ, എസ്റ്റിമേറ്റ് ദി derived by the organization when a person occupies a particular position for a specified time period. അതായത് ഒരു ഓർഗനൈസേഷനിൽ ആ പേഴ്സണ് ഏത് പൊസിഷനിലാണ് അയാൾ ഒരു ടൈം പീരീഡ് വരെ വർക്ക് ചെയ്യുന്നത് അത് എസ്റ്റിമേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നതാണ് എസ്റ്റിമേറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഓക്യുപ്പൈയിങ് ഈച്ച് പൊസിഷൻ.
ഓരോ പൊസിഷനനുസരിച്ചുള്ള ആ പ്രോബബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യുകയാണെന്ത് നെക്സ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് എത്രത്തോളം ഇനിയും ഓർഗനൈസേഷൻ എംപ്ലോയി വർക്ക് ചെയ്യും. രണ്ടാമത്തെ അവർ എന്ത് പെർഫോം ചെയ്യുന്നത്, എന്ത് റോളാണ് പെർഫോം ചെയ്യുന്നത്. പിന്നെ അവരുടെ പൊസിഷൻ എത്ര ടൈം പീരീഡ് വരെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ആ ടൈം പീരീഡ് വരെയുള്ള പൊസിഷനിലുള്ള പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക. ഇത്രയാണ് ഒരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ഈച്ച് പൊസിഷൻ, നാലാമത്തെ സ്റ്റെപ്പ് എസ്റ്റിമേറ്റ് ദി പ്രോബബിലിറ്റി ഓഫ് ഓക്യുപ്പൈങ് ഈച്ച് പൊസിഷൻ എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ് അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ടൈംസ് വരെ. നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്കൗണ്ട് ദി എക്സ്പെക്റ്റഡ് സർവീസ് ടുവാർഡ്സ് ദെയർ പ്രസൻറ്റ് വാല്യൂ. അവരുടെ സർവീസും അവരുടെ പ്രസൻറ്റ് വാല്യൂ ആയിട്ട് ഡിസ്കൗണ്ട് ചെയ്യുക. എന്നിട്ടാണ് ഇവിടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ കണക്കാക്കുക. അപ്പോൾ ഈ ഒരു 5 സ്റ്റെപ്പ് ഫോളോ ചെയ്താലാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക. നെക്സ്റ്റ് മോഡൽ എന്ന് പറയുന്നത് മോസ് നെറ്റ് ബെനിഫിറ്റ് മോഡൽ. ഫസ്റ്റ് അതിൽ പറയുന്നതാണ് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് നെറ്റ് ബെനിഫിറ്റ്സ് ഡിറൈവ്ഡ് ബൈ ദി ഓർഗനൈസേഷൻ ഫ്രം ദി എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ സർവീസസ് ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ്. ഈ മോഡൽ പ്രകാരം, ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒരു മോഡൽ പ്രകാരം പ്രസൻറ്റ് വാല്യൂ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ വാല്യൂ കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് നെറ്റ് ബെനിഫിറ്റ്സ്, ആ ഓർഗനൈസേഷന് എത്ര ബെനിഫിറ്റ്സ് അവർക്ക് എത്ര നെറ്റ് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്, അവരുടെ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ സർവീസ്, ഓരോ എംപ്ലോയീസിൻ്റെയും ഫ്യൂച്ചർ സർവീസ് എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ചിട്ടായിരിക്കും ഹ്യൂമൻ ക്യാപിറ്റലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ മെത്തേഡ് പ്രകാരം കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ദി ഗ്രോസ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ സർവീസസ് ടു ബി റെൻറ്റേഡ് ബൈ എംപ്ലോയീസ് ഇൻ ദെയർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റീസ് ആസ് വെൽ ആസ് ഓപ്പറേറ്റിംഗ് ഇൻ ഗ്രൂപ്പ്സ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഗ്രോസ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ സർവീസസ് റെൻറ്റേഡ് ബൈ എംപ്ലോയീസ് ഇൻ ദെയർ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ആസ് വെൽ ആസ് ഓപ്പറേറ്റിംഗ് ഇൻ ഗ്രൂപ്പ്സ്. അതായത് അവർക്ക് ഇൻഡിവിജ്വൽ കപ്പാസിറ്റി ഉപയോഗിച്ച് അതുപോലെ ഗ്രൂപ്പിലായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിലും അവർക്ക് എത്രത്തോളം സർവീസ് ഒരു ഓർഗനൈസേഷനിൽ എംപ്ലോയീസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് കണ്ടെത്തുക. അതിൻ്റെ ഒരു ഗ്രോസ് വാല്യൂ കണ്ടെത്തുക. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് എത്രത്തോളം അവർ സർവീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തുക. രണ്ടാമത്തെ പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് ദി കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുക. അതിന് എത്രത്തോളം കോസ്റ്റ് വരും എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് നെറ്റ് ബെനിഫിറ്റ് ടു ദ ഓർഗനൈസേഷൻ. ആദ്യം നമ്മൾ ഗ്രോസ് വാല്യൂ ആണ് കണ്ടത്, പിന്നെ കോസ്റ്റ് കണ്ടു, അതിന് ശേഷം നെറ്റ് ബെനിഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. നാലാമത്തെ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി നെറ്റ് ബെനിഫിറ്റ്. ഈ നെറ്റ് ബെനിഫിറ്റ് കണ്ടതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയായിരിക്കും പ്രസൻറ്റ് വാല്യൂ ഓഫ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ മോഡൽ പ്രകാരം. നെക്സ്റ്റ് പറയുന്നതാണ് ചക്രവർത്തിസ് മോഡൽ ഓർ ആവറേജ് പേയ്മെൻറ്റ് അപ്രോച്ച്. ദിസ് അപ്രോച്ച് ഹാസ് ബീൻ സജസ്റ്റഡ് ബൈ പ്രൊഫസർ എസ്.കെ. ചക്രവർത്തി. ഈ ഒരു പ്രൊഫസർ എസ്.കെ. ചക്രവർത്തി എന്ന് പറഞ്ഞ ആളാണെന്ത് ഈ ഒരു മോഡൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മോഡൽ പ്രകാരം ഹി ഹാസ് വാല്യൂഡ് ദി ഹ്യൂമൻ റിസോഴ്സ് ഓൺ അഗ്രിഗേറ്റഡ് ആൻഡ് നോട്ട് ഓൺ ഇൻഡിവിജ്വൽ ബേസിസ്. ഈ ഒരു മോഡൽ പ്രകാരം ഇയാൾ കണക്കാക്കിയത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ കണക്കാക്കുന്ന അഗ്രിഗേറ്റ് ആയിട്ടാണ്, മൊത്തത്തിൽ ആയിട്ടാണ്, ഇൻഡിവിജ്വൽ ബേസിസിലല്ല. ഹൗവർ ദ മാനേജറിയൽ ആൻഡ് നോൺ മാനേജറിയൽ മാൻ പവർ ക്യാൻ ബി ഇവാലുവേറ്റഡ് സെപ്പറേറ്റ്ലി. അതായത് മാനേജറിയലായിട്ട് എത്ര മാൻ പവർ ഉണ്ട്, അവരുടെ വാല്യൂ എങ്ങനെയാണ്, അതുപോലെ നോൺ മാനേജറിയലായിട്ട് എങ്ങനെയാണ്, എത്ര എംപ്ലോയീസ് ഉണ്ട്, അവരുടെ അവരുടെ വാല്യൂ എങ്ങനെയാണ്, അത് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇയാൾ കാൽക്കുലേറ്റ് ചെയ്തത്. ദ മോഡൽ കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് സ്റ്റെപ്പ്. ഈ മോഡലിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഓൾ എംപ്ലോയീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ആർ ഡിവൈഡഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്, മാനേജറിയൽ ആൻഡ് നോൺ മാനേജറിയൽ. ആ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ എംപ്ലോയീസിനെയും 2 ഗ്രൂപ്പായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, മാനേജറിയലും നോൺ മാനേജറിയലും. അപ്പോൾ ഈ ഒരു മോഡലിൽ അയാൾ പറഞ്ഞിട്ടുണ്ട് മാനേജറിയലിനും നോൺ മാനേജറിയലും വേറെ വേറെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ ബേസിലല്ല, അഗ്രിഗേറ്റ് ബേസിലാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടതാണ് ഓർഗനൈസേഷൻ്റെ എംപ്ലോയീസിനെ മാനേജറിയലായിട്ടും നോൺ മാനേജറിയലായിട്ടും ഡിവൈഡ് ചെയ്യുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് the average tenure of the employment of the employees in the group is estimated on the basis of past experience.
അതായത് എത്രത്തോളം അവർക്ക് ഈ ഒരു ഓർഗനൈസേഷനിലെ ടെനർ ഉണ്ട്, കാലാവധി ഉണ്ട് എന്ന് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, പാസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ആവറേജ് ടെനർ കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ the average salary of the group is determined on the basis of the salary structure prevalent in the organization. അതായത് രണ്ട് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, മാനേജീരിയലും നോൺ മാനേജീരിയൽ. അപ്പോൾ മാനേജേഴ്സിന് കൊടുക്കുന്ന സാലറി ആയിരിക്കില്ല നോൺ മാനേജേഴ്സിന് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ആ സാലറി സ്ട്രക്ചർ നോക്കിയിട്ട് ഒരു ആവറേജ് സാലറി ഗ്രൂപ്പ് ഡിറ്റർമൈൻ ചെയ്യലാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത്. അല്ല, നെക്സ്റ്റ് പറയുന്നതാണ് ദ ഹ്യൂമൻ റിസോഴ്സ് value is determined by multiplying the average salary of the group with the average tenure of the employees in that group. അതായത് ഇവിടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിലത്തെ ആവറേജ് സാലറിയും അതുപോലെ ആവറേജ് ടെനറും ഉപയോഗിച്ചിട്ടാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. Final step, the values determined under above is discounted the expected after tax return on capital employed over the average 10 appeal to ascertain the present value of the estimated future payment. ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ ഡിറ്റർമൈൻ ചെയ്യുന്നത് അപ്പം കണ്ടെത്തിയ ആ ഒരു വാല്യൂവിനൊക്കെ എന്ത് ചെയ്യാണ്, ഡിസ്കൗണ്ട് ചെയ്യാണ്. ഇവിടെ ആഫ്റ്റർ ടാക്സ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്യുക, ക്യാപിറ്റൽ എംപ്ലോയിഡ് വെച്ചിട്ട് ഡിസ്കൗണ്ട് ചെയ്യുക ഓവർ ദി ആവറേജ് 10 അപ്പീൽ ടു അസർട്ടൈൻ ദി പ്രസൻറ്റ് വാല്യൂ ഓഫ് ദി എസ്റ്റിമേറ്റഡ് ഫ്യൂച്ചർ പേയ്മെൻറ്റ്സ്. ഇതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ഇവിടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അപ്രോച്ചസ് എന്ന് പറയാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് അപ്രോച്ചസ് ആണ് ഈ ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. അപ്രോച്ചസ് എന്താണെന്ന് പറഞ്ഞു, അപ്രോച്ചസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. പിന്നെ പ്രസൻറ്റ് വാല്യൂ, അപ്രോച്ചിൽ വരുന്ന ഒരു എക്കണോമിക് വാല്യൂ മെത്തേഡിൽ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അതിന് എന്തൊക്കെ മോഡൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ബുക്കിൽ പഠിക്കാനുള്ളത്. ഇതോടുകൂടി ഹ്യൂമൻ HRPD ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് വൈൻഡപ്പ് ചെയ്യാണ്. ഇതാണ് ലാസ്റ്റ് ക്ലാസ്. താങ്ക് യു ഓൾ.